എല്ലാവർക്കും ആന്ത്രപ്രന്യൂർ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആന്ത്രപ്രന്യൂർഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്ന പോലെ പണ്ടുകാലത്ത് നമ്മൾ ആന്ത്രപ്രന്യൂർഷിപ്പിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു പറയുന്ന ഒരു സംരംഭം കെട്ടിപ്പടുത്തുന്ന ഒരാൾ എന്നാണ് ആന്ത്രപ്രന്യൂറായി ഡിഫൈൻ ചെയ്യുന്നത്. ഇന്ന് ഞാൻ കരുതുന്നത് എഐയുടെ യുഗത്തിൽ ആന്ത്രപ്രന്യൂർ എന്ന് പറയുന്ന ഒരു ഫ്രീ വില്ലുള്ള ഒരാളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് സ്വന്തമായിട്ട് അവൻ്റെ ഉള്ളിലുള്ള ഒരു ആശയം, ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് തോട്ട്, ഇതിനെ ലോകത്തിന് മുമ്പിൽ എത്തിക്കുകയും ആ തോട്ടിലൂടെ, ആ ഐഡിയയിലൂടെ ലോകത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാനും സാധിക്കും. അതിനകത്ത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള മെച്ചം അത് കഴിഞ്ഞുണ്ടാവുന്ന കാര്യം മാത്രമാണ്. അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും ആ ഒരു ഫ്രീ വില്ലിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സമയമാണ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റിലൊന്നും ആരും ഉണ്ടാവില്ല എന്നുള്ളതല്ല അവിടെ ചോദ്യം. എംപ്ലോയ്മെൻറ്റിനോടൊപ്പം തന്നെ ചെയ്യാമല്ലോ. ഇതൊക്കെ ഇന്ന് ആർക്കും ആരെയും തടുക്കാനൊന്നും പറ്റില്ല. ഞാൻ 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിന് ശേഷമുള്ള ഈവനിങ് അവേഴ്സ്, സൈഡ് ഹസിൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ 2 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചാൽ പോലും എനിക്കിഷ്ടമുള്ള മേഖല തിരഞ്ഞെടുത്ത് ആ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സ്വീറ്റ് സ്പോട്ട് കണ്ടെത്തി, ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞ പോലെ ഐക്കിഗായി കണ്ടെത്തി ആ ഒരു പോയിന്റിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുകയും അത് ഇന്നത്തെ എഐയുടെ ഒക്കെ അഡ്വാൻറ്റേജസ് യൂസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നൊരു ബിസിനസ് മോഡലോ ഡിസ്ട്രിബ്യൂഷൻ പ്ലാനോ അതിനെ എങ്ങനെ ഞാൻ എൻ്റെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും, ഇതിന് സമാനമായിട്ടുള്ള മോഡലുകൾ ലോകത്തുണ്ടോ, അങ്ങനെയുള്ള മോഡലുകൾ ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ഇത് അവലംബിച്ചത്, ഇതെല്ലാം സാധിക്കുമല്ലോ. ഇന്ന് വേണമെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആശയം ഉണ്ടെങ്കിൽ, ഒരു ക്രിയേറ്റീവ് ഐഡിയ ഉണ്ടെങ്കിൽ, എനിക്ക് ഇലോൺ മസ്കിൻ്റെയും സാം വാൾട്ടൻ്റെയും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആരൊക്കെയുണ്ടോ അവരുടെ ഒക്കെ തലച്ചോറിനെ പോലെ ചിന്തിപ്പിക്കാൻ എനിക്ക് ChatGPT-യോട് എനിക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഇതിനൊക്കെ കൂടുതൽ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരാൾ ഇനിയും അവൻ്റെ ഫ്രീ വിൽ യൂസ് ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അതൊന്നെങ്കിൽ അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ മടി കൊണ്ട്, അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട്, അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഈ ഒരു കാലത്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എക്സ്ക്യൂസുകൾ ഇല്ല.